ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തായ്ലൻഡ് ട്രിപ്പിലെ 3 ഡേയ്സിലെ വീഡിയോ ആയിട്ടാണ്. അങ്ങനെ എല്ലാവരും ഇതാ രാവിലെ തന്നെ എണീറ്റ് ഡ്രസ്സ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യലായിട്ട് കപ്പ പുഴുങ്ങിയതുണ്ട്, വേറെയും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാ ദിവസവും ഞാനിങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കുന്നില്ല. സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പോൾ മസ്കറ്റിൽ നിന്ന് പോകുന്നതിലും വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിട്ടുള്ളത് നല്ല മഷ്റൂം സൂപ്പും പിന്നെ ഫ്രൂട്ട്സും ആണ്. ഫ്രൂട്ട്സ് നമ്മൾ വീട്ടിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇത്ര നീറ്റിൽ കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ അവിടെ കട്ട് ചെയ്ത് വെച്ച കണ്ടേരം നമ്മൾ വിചാരിച്ച് കുറച്ച് ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. വെയിറ്റ് കുറക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ, ഇവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ സത്യം പറഞ്ഞതെന്ന് വെച്ചാൽ നല്ല വെയിറ്റ് കൂടുക ചെയ്തിട്ടുള്ളത്. പിന്നെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇന്ന് ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക് പോവാണ്. ബാങ്കോക്കിൽ 2 നൈറ്റ് നിന്ന് എന്നിട്ടാണ് 3rd ഡേ ആണ് പട്ടായയിലേക്ക് പോകുന്നത്. അപ്പോൾ പട്ടായയിലും ഇതുപോലെ 3 നൈറ്റ് ഉണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് ബാങ്കോക്കിലേക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഓരോരുത്തരിങ്ങനെ ചോദിച്ച് എത്ര മണിക്കൂറാണ് മസ്കറ്റിൽ നിന്ന് ബാങ്കോക്കിലേക്ക്. 6 മണിക്കൂറാണ്. 6 മണിക്കൂർ ഫ്ലൈറ്റ് യാത്രയുണ്ട്. പിന്നെ അതുപോലെ ടൈം ഡിഫറൻസ് 3 മണിക്കൂർ ടൈം ഡിഫറൻസ് വരുന്നുണ്ട് മസ്കറ്റുമായിട്ട്. അതായത് ഇപ്പോൾ പട്ടായയിലേക്കാൾ 3 മണിക്കൂർ ബാക്കോട്ടാണ് മസ്കറ്റിൽ ടൈം വരുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല മഴക്കാറുണ്ട്. നമ്മൾ ഇറങ്ങുമ്പോൾ മഴയും കിട്ടി. അങ്ങനെ നമ്മൾ പട്ടായയിലെ ടൈഗർ പാർക്കിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുട്ടികളെല്ലാം നല്ല എക്സൈറ്റഡ് ആണ്. കാരണം ടൈഗറിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക നല്ല നമ്മൾ മറ്റുള്ള പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് കുട്ടികൾക്ക് എൻട്രി ഇല്ല എന്നുള്ളത്. അതായത് ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് ദൂരെ നിന്നിട്ട് കാണാതെ മാത്രമേ ഉള്ളൂ. ഇനി ഫോട്ടോ വീഡിയോ എടുക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഓരോ ടൈഗറിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ വലിയ ടൈഗർ ആണെങ്കിൽ 1000 ബാത്ത്, പിന്നെ അതുപോലെ മീഡിയം സൈസ് ആണെങ്കിൽ 900 ബാത്ത്, സ്മോൾ ആണെങ്കിൽ 750 ബാത്ത്, അങ്ങനെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ മീഡിയം സൈസിൻ്റെ ടിക്കറ്റും എടുത്തിട്ടാണ് പോയത്. ആണുങ്ങന്മാർ ആരും വന്നിട്ടില്ല, നമ്മൾ 3 ആളും മാത്രമാണ് പോയത്. പിന്നെ കുട്ടികൾക്ക് എൻട്രി ഇല്ല. പോകുമ്പോൾ നല്ല ധൈര്യമുണ്ട് എല്ലാവർക്കും. പിന്നെ പലതും പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. കുറച്ച് ടൈം അവിടെ നിന്നിട്ട് മറ്റുള്ള വീഡിയോസിലെല്ലാം കാണുന്ന പോലെ എല്ലാം ചെയ്യണം എന്നെല്ലാം വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ അതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ധൈര്യം ചോർന്നു പോയി. കാരണം ബിഗ് സൈസുള്ള ടൈഗർ എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട്, അലറിക്കൊണ്ട് നടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള കപ്പിൾസ് പേടിച്ചിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വരിക ചെയ്തു. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് ശരിക്കും പേടിയായി. ആദ്യം നമ്മൾ ദൂരം എന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഗറിന് അങ്ങനെ പല്ലെല്ലാം വരെ എടുത്ത് മാറ്റിയിട്ടുണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അടുത്തെത്തിയ സമയമാണെന്നല്ലോ മനസ്സിലാകുന്നത്. ടേബിളിൽ ഇങ്ങനെ കിടത്തിയിട്ടുണ്ടാവുക, പക്ഷെ ഒരു ടൈഗർ മാത്രമാണ് ഇങ്ങനെ നടന്ന് കളിക്കുന്നത്. അപ്പം നമ്മൾ കൂടെയുള്ള തെൻസ് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നുണ്ട്, വിശന്നാലാണ് പിന്നെ അലറിക്കൊണ്ട് ടൈഗർ നടക്കാന്നെല്ലാം പറഞ്ഞിട്ട് അന്നേരമെല്ലാം കംപ്ലീറ്റ് ധൈര്യം ചോർന്നു. അപ്പം ഇതാ ഇവളും പേടിച്ചുകൊണ്ടുമാണ് പിന്നെ ഫോട്ടോ വീഡിയോയിൽ എടുക്കുന്നത്. പിന്നെ എല്ലാവരും അതിൻ്റെ അടുത്ത് നിന്നിട്ട് വാല് പിടിച്ചിട്ടും കിസ് ചെയ്യുന്ന വീഡിയോയും ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് മൂന്നാക്കാട് അതിൻ്റെ മുന്നിലെത്തി തീരെ ധൈര്യമില്ല. എങ്ങനെയോ ഒന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് അവിടുന്ന് തടി തപ്പുക ചെയ്തത്. പിന്നെ ചില സമയം ഇങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇരിക്കും, ചില സമയം ഇങ്ങനെ അലറുന്നുണ്ട്. പിന്നെ നമുക്ക് അതായത് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് 10 മിനിറ്റോളം ടൈഗറുമായിട്ട് സ്പെൻഡ് ചെയ്യാം. നമ്മൾ 10 മിനിറ്റ് പോയിട്ട് 5 മിനിറ്റ് ആയി നിന്നിട്ടുള്ളൂ പേടിച്ചിട്ട്. പേടി മറ്റൊന്നുകൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ ബിഗ് സൈസുള്ള ടൈഗർ ഇങ്ങനെ അലറി നടക്കുന്ന കണ്ടപ്പം ആകെ ടെൻഷനായി. പിന്നെ അപ്പോൾ നമ്മൾ പിന്നെ പുറത്തെത്തി സമയത്ത് നമ്മളോട് ഇവർ പറയുന്നുണ്ട്, എന്തായാലും ടിക്കറ്റ് എടുത്ത് പോയതല്ലേ, കുറച്ച് ടൈം അവിടെ നിന്നൂടെ. നമ്മൾ പറഞ്ഞ നമ്മളെ ജീവനേക്കാൾ വലിയൊന്നുമില്ല, അതാ പെട്ടെന്ന് ഇറങ്ങിയ. പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും പുറത്തിറങ്ങി.
കുറച്ച് സമയം കുട്ടികളെല്ലാം അതിൻ്റെ പുറത്ത് നിന്നിട്ട് കാണുകയും ചെയ്തത്. ഉള്ളിലേക്ക് ഞാൻ പറഞ്ഞല്ലോ എൻട്രി ഇല്ല എന്നുള്ളത്. പിന്നെ അതുമാത്രമല്ല, വേറെ ഓരോ സൈഡിൽ അതിൻ്റെ കൂട്ടിലാക്കിയിട്ടുള്ള ടൈഗറുണ്ട്. പിന്നെ മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കുക നമുക്ക് ആകെ ടെൻഷനാവും. നമ്മൾ പോകുന്ന അതായത് കാണാൻ വേണ്ടി പോകുന്ന പോക്കിൽ നമ്മൾ ടൈഗറിൻ്റെ കാണാൻ പോകുന്ന പോക്കിൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും അവർ അത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ സ്ഥലത്തുനിന്നും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ അറിയില്ല ഇവർ ഫോട്ടോ എടുക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്ക് ഇവർ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇളനീരെല്ലാം കുടിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോകുന്നത് പട്ടായയിലെ റൂമിലേക്ക് നമ്മൾ പോയിട്ടില്ല. നമ്മൾ ലഗേജൊന്നും ഇറക്കിയിട്ടില്ല. ടൈഗറിനെ കണ്ടതിന് ശേഷമാണ് പിന്നെ റൂമിലേക്ക് പോകുന്നത്. അങ്ങനെ അവിടെ ലഗേജിൽ ഇറക്കി വെച്ച് പിന്നെ കുറച്ച് ടൈം എല്ലാവരും കൂടി കുളിച്ച് നമ്മൾ അടുത്ത വണ്ടി വരുന്ന ടൈം എന്ന് പറയുന്നത് ഈവനിങ് 5 o'clock. അപ്പോൾ അതുവരേക്കും എല്ലാവരും കുളിച്ചൊന്ന് ഉഷാറായി. പിന്നെ ഒരു ചായയെല്ലാം കുടിച്ച് നല്ല സൗകര്യമാണ് എല്ലാ റൂമും. നമ്മൾ ബാങ്കോക്കിലതായാലും പട്ടായയിൽ എടുത്ത റൂമായാലും എല്ലാം നല്ല അടിപൊളി സെറ്റപ്പ് റൂമാണ്. പിന്നെ അങ്ങനെ ഏകദേശം ഒരു 5 മണിയായ സമയത്തേക്കും വണ്ടി വന്ന് പിന്നെ എല്ലാവരും പോയി. അൽക്കസാർ ഷോ കാണാൻ വേണ്ടിയാണ് പോയത്. ഫേമസ് ഷോ ആണ് അൽക്കസാർ ഷോ എന്ന് പറയുന്നത്. പിന്നെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 5:30 അവിടെ എത്തിയിട്ടുണ്ട്. പോകുന്ന വഴിയെല്ലാം നല്ല ഭംഗിയുണ്ട്. ഒരു ബീച്ച് സൈഡിലൂടെയാണ് നമ്മൾ പോയിട്ടുള്ളത്. കുറച്ചും കൂടി നേരത്തെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് ഫോട്ടോയിൽ എടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു. കാരണം അത്രയും നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ബീച്ച് സൈഡിലുള്ളതായാലും ഇപ്പം ഞാൻ അൽക്കസാർ ഷോ കാണിക്കുന്നതായാലും നേരിട്ട് കാണുന്നതിൻ്റെ ഒരു ഭംഗിയുമില്ല ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ അവിടെ ഷോ നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ 30 മിനിറ്റ് നേരത്തെ നമ്മളെത്തിയത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് മാർക്കറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ അത്രയും സമയം അവിടെ വെറുതെ ഉണ്ടാലോ എന്ന് വെച്ചിട്ട് പിന്നെ എല്ലാവരും കൂടി നടന്ന് മാർക്കറ്റിലേക്ക് പോയി. അപ്പോൾ മാർക്കറ്റിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണല്ലോ നമ്മൾ മാർക്കറ്റ് കാണുന്നത്. എന്താ പറയുക, നിങ്ങൾ നേരിട്ടിട്ട് കണ്ടോ? എല്ലാവരും നമ്മൾ പുറത്ത് തായ്ലൻഡിൽ പോയ ആൾക്കാർ പറയുന്നത് കേൾക്കാം. പിന്നെ ക്രോക്കഡൈൽ ഫ്രൈ, ക്രോക്കഡൈലിനെ കഴിക്കും, പാമ്പിനെ കഴിക്കുന്നെല്ലാം പറയുന്നത് കേൾക്കാം. നമ്മൾ മാർക്കറ്റിലേക്ക് കിടക്കുമ്പോൾ തന്നെ കാണുന്നത് ക്രോക്കഡൈലിൻ്റെ ഗ്രില്ല് ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് കാണുകയല്ലേ, ആകെ ഇങ്ങനെ ഞെട്ടിപ്പോയി. പ്രതീക്ഷിക്കാണ്ടാണ് നമ്മളിത് കാണുന്നത്. പിന്നെ ക്രോക്കഡൈലിൻ്റെ തലയിൽ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. ഇവിടുന്ന് നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കറങ്ങുന്നതാണ് കണ്ടിട്ടുള്ളത്. പിന്നെ രാത്രി നമ്മൾ വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ ശരിക്കും കട്ട് ചെയ്യുന്നതെല്ലാം കാണിക്കുന്നുണ്ട്. ടേസ്റ്റിയാണെന്ന് പറയുന്നത് അല്ലാഹു അലം ഇതിൻ്റെ അവസ്ഥ എന്നല്ല. പിന്നെ മാർക്കറ്റിൽ നമ്മൾ കാണാത്ത ഒരുപാട് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. ചക്ക എല്ലാം ഉണ്ട്. ചക്കയെല്ലാം നമ്മൾ വാങ്ങിക്കഴിച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര മധുര ചക്ക. ഈ ഫ്രൂട്ടിൻ്റെ പേര് അറിയുന്നവരെന്ന് പറയും. ഓക്കെ. പിന്നെ ഭയങ്കര ഫ്രഷ്നെസ് എല്ലാ ഫ്രൂട്ട്സും. അപ്പോൾ നമ്മൾ ഇവിടെ ദുരിയാനി ഫ്രൂട്ട് എന്ന് കേട്ടിട്ടുണ്ട് ആരെങ്കിലും? അത് കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ദുരിയാനി ഭയങ്കര സ്മെല്ലാന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അന്നേരം ഒന്നും കഴിച്ചിട്ടും വാങ്ങിയിട്ടൊന്നുമില്ല. കാരണം നമുക്ക് ഷോക്ക് പോകേണ്ടതാണല്ലോ. പിന്നെ ഇവിടെ ഒരു കാഴ്ച എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഇതെത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അതെനിക്ക് മനസ്സിലായില്ല ഇതെന്താ ഇങ്ങനെ കറങ്ങുന്നത്. പിന്നെ അതായത് ഈച്ച വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. കല്ലുമ്മക്കായ ആവട്ടെ, കൂന്തലാവട്ടെ, കൊഞ്ചനാവട്ടെ എല്ലാം ഫ്രഷ് നമ്മൾ എന്താ പറയുക വെള്ളത്തിലിട്ട് വെച്ചത് സ്പോട്ടിൽ നമുക്ക് എടുത്തിട്ട് കുക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിലെ ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പം ഭയങ്കരമായ സ്മെല്ലാണ്. അതായത് പിന്നെ സീ ഫുഡിൻ്റെ സ്മെല്ലൊരു ഭാഗത്ത്, ക്രോക്കഡൈൽ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ സ്മെല്ലൊരു ഭാഗത്ത്, ചിക്കൻ്റെ സ്മെല്ല്. ചിക്കൻ കുറവാണ് പൊതുവെ എല്ലാ സ്ഥലത്തും. ഈ ക്രോക്കഡൈലും ഇതുപോലത്തെ ഇൻസെക്ട്സും കാര്യങ്ങളും, ഇൻസെക്ട്സിൻ്റെ വീഡിയോ ഫോട്ടോ ഞാൻ ഇനി അടുത്ത വ്ളോഗിൽ കാണിക്കാം. പിന്നെ എല്ലാ സ്മെല്ലും കൂടി നമുക്ക് എന്താ പറയുക ആകെ തലക്ക് പിടിക്കുന്നത് പോലെയാണ്. പിന്നെ നല്ലൊരു കാഴ്ച. അതായത് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു മഗ്‌രിബിൻ്റെ ആ ഒരു ടൈം
ഒരു 6 to 6:30 ആ ഒരു ടൈം ആയതിനെ കൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ് എന്താ പറയേണ്ടത്, നമ്മൾ കാണാത്തതോ അറിയാത്തതോ ആരും ഒന്നും നമ്മളവിടെ നിന്നൊന്നും തായ് ഫുഡൊന്നും സമയമില്ലാത്തതിനെ കൊണ്ട് പിന്നെ നോക്കിയിട്ടില്ല. അല്ല പിന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. കണ്ടില്ലേ ഇതാ വെള്ളത്തിൽ ഇങ്ങനെ ചെമ്മീനെല്ലാം ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ളത്. കൂന്തൽ, നമ്മളെ നാട്ടിലുള്ള കല്ലുമ്മക്കായി, പിന്നെ ഇളമ്പക്ക, എല്ലാ ഈ പറഞ്ഞ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. ഒന്നും കൂടി ഫുഡിൻ്റെ വേറെ ഏരിയ, അതുപോലെ ഡ്രസ്സിൻ്റെ വേറെ ഏരിയ, പിന്നെ അതുപോലെ ഫാൻസീൻ്റെ വേറെ ഏരിയ, അങ്ങനെ ആയിട്ടാണുള്ളത്. കുറേ ഭാഗം നമ്മൾ അന്നേരം 30 മിനിറ്റ് കൊണ്ട് നടന്ന് കാണാൻ പറ്റിയ എല്ലാം നമ്മൾ നടന്ന് കണ്ടിട്ടുണ്ട്. വീഡിയോ ഒന്നും എടുക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു പ്രത്യേകത, നമ്മുടെ നാട്ടിലെ പോലെ ഒന്നിനും നിർബന്ധിക്കില്ല. അവർ നമ്മളെ അടുത്തൂടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഫോണിൽ നോക്കുന്നുണ്ടാവും. വേണ്ടാത്ത പോലെയാണ്. പ്രൈസെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആവശ്യമല്ലേ, നിങ്ങൾ വേണേ വാങ്ങിക്കോ, ആ ഒരു മൈൻഡില്ല, മെൻറ്റാലിറ്റി ഇവരത്. ബാർഗെയിൻ ചെയ്താലൊന്നും അവർ ഏത് പ്രൈസാണോ പറഞ്ഞത് അതിൽ ഒരു ഭാഗത്ത് പോലും കുറക്കുന്നില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, അധികം ഐറ്റംസിനെയും താഴെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇത്ര ഭാഗത്താന്നുള്ളത്. നമ്മളങ്ങോട്ട് ചോദിച്ചാലും ഇല്ല, ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല, കുറക്കില്ല, ലാസ്റ്റ് പ്രൈസാന്ന് പറയും. വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ, അല്ല എടുക്കണ്ട എന്നുള്ളൊരു മൈൻഡാണ്. അങ്ങനെ നമ്മൾ ഫുഡിൻ്റെ ഏരിയ കഴിഞ്ഞ് പിന്നെ നടന്ന് നീങ്ങിയിട്ടുള്ളത് ഡ്രസ്സിൻ്റെ ഏരിയയിലേക്കാണ്. ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് എല്ലാ ഡ്രസ്സിലും എലിഫൻറ്റ് പ്രധാനപ്പെട്ട ഒരു പ്രിൻ്റാണ്. ഇവർ ഏത് ഡ്രസ്സിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ കുറച്ചുകൂടി സ്ട്രീറ്റിലെ കാഴ്ചകൾ കുറച്ചുകൂടി ഞാൻ കാണിച്ചു തരാം. അതായത് ഇനിയും നമ്മൾ നടന്നു പോകാത്ത ഭാഗങ്ങളെല്ലാം ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഫാൻസി ഐറ്റംസ് ഉണ്ട്, ഇതുപോലെ ഫ്ലോറൽ ടൈപ്പുള്ള ഇഷ്ടം പോലെ ഉണ്ട്. ഷർട്ടും അതുപോലെ പാൻസും എല്ലാം ഫ്ലോറൽ ടൈപ്പുള്ളതും എലിഫൻറ്റിൻ്റെ പ്രിൻ്റുള്ളതും എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. തിരിച്ച് നമ്മൾ പിന്നെ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് വന്ന്, ഞാൻ പറഞ്ഞല്ലോ 6:30 ഷോ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. അവരിട്ട ഷോൻ്റെ പാട്ട് എനിക്ക് ഇടാൻ പറ്റില്ല, കാരണം കോപ്പി റൈറ്റ് വരും. ഞാൻ ഇതിൽ കോപ്പി റൈറ്റ് വരാത്ത എഡിറ്റ് ചെയ്യുമ്പോഴുള്ള ജസ്റ്റ് മ്യൂസിക് ആഡ് ചെയ്യുന്നുണ്ട്. അതും അവർ അവിടുത്തെ ഷോ ആയിട്ട് ഒരു തരത്തിലും മാച്ച് ചെയ്യുന്നില്ല, എന്നാലും ഞാൻ ജസ്റ്റ് മ്യൂസിക് ഇടുന്നതെന്ന് മാത്രം.
ഷോൻ്റെ കോസ്റ്റ്യൂം ഭയങ്കര അടിപൊളിയാണ്. അതായത് ലൈറ്റെല്ലാം ഓഫ് ചെയ്തുകൊണ്ടാണ് ശരിക്കും ഇതിൽ കാണാൻ പറ്റാത്തത്. പിന്നെ ഓരോ പാട്ട് വരുമ്പോൾ ഓരോ ആൾക്കാർ വരും, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറി 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 ഭയങ്കര അടിപൊളിയാണ് കോസ്റ്റ്യൂമും എല്ലാം. പിന്നെ ഒരു അതായത് നേരിട്ട് കാണുന്നതിൻ്റെ ഒരു 5% പോലും ഈ വീഡിയോയിൽ രസം കാണുന്നില്ല. നേരിട്ട് അടിപൊളിയാണ്. അവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റേഴ്സും വന്നിട്ട് കാണുന്ന ഒരു ഷോ ആയത് അൽക്കസാർ ഷോ. അങ്ങനെ നമ്മൾ അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് നല്ല ആളുണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്തുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കയറി. വിശക്കുന്നുണ്ട് എല്ലാവർക്കും നല്ലോണം. മസാല ദോശയും പിന്നെ അതുപോലെ തന്നെ പൊറോട്ട വേണ്ടുന്നവർക്ക് പൊറോട്ട എല്ലാം വാങ്ങി കഴിച്ച്. അപ്പോഴേക്കും നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് റൂമിലേക്ക് ഇറക്കാൻ വേണ്ടി. അങ്ങനെ പിന്നെ കുട്ടികളെല്ലാം റൂമിലേക്ക് പോയി. നമ്മൾ വലിയ ആൾക്കാർ മാത്രം നമ്മൾ ജസ്റ്റ് സ്ട്രീറ്റിലൂടെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി. കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഫ്രൂട്ട് മാർക്കറ്റിൽ കുറച്ച് സാധനമെല്ലാം കണ്ട് അന്നേരം തിരക്കായ അതിനെ കൊണ്ട് നമ്മളൊന്നും വാങ്ങിയിട്ട് കഴിച്ചിട്ടില്ല. ജസ്റ്റ് ടേസ്റ്റ് ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ അതറിയണമല്ലോ, ഓരോരോ കാര്യം പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അങ്ങനെ നടന്ന് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ച ചെയ്ത് മുതലേനെ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നത്. അതായത് ഇതിൻ്റെ മുതലിറച്ചി അല്ലെങ്കിൽ ക്രോക്കഡൈൽ ഗ്രില്ല് ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നത്. സാധാരണയായിട്ട് ട്രിപ്പ് പോകുന്ന ആൾക്കാരെല്ലാം ഇതുപോലെ ഇൻസെക്ട്സിനെയും മുതലേനെല്ലാം കഴിക്കുന്നത് കാണാം. നമ്മളെ കൂട്ടത്തിൽ പോയ ആർക്കും അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കഴിക്കാനും നോക്കാനൊന്നും. ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അത് വാങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ തല എല്ലാ സ്ഥലത്തും എന്തിനാ ഇങ്ങനെ വെച്ചെന്ന് മനസ്സിലാകുന്നില്ല. ഈ തല കൊണ്ട് എന്താ ചെയ്യാന്നുള്ള പോലെ അത് കാണുമ്പോൾ കൂടുതൽ എന്താ പറയുക ഒരു അറപ്പ് വരുന്നത്. അങ്ങനെ പിന്നെ കുറച്ചും കൂടി നമ്മൾ ഇങ്ങനെ നടന്ന് നീങ്ങി. ഈ പട്ടായത്ത് തന്നെ വാക്കിംഗ് സ്ട്രീറ്റിലുണ്ട്. നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയിട്ടൊന്നുമില്ല. നമ്മൾ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ദുരിയാൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഈ ദുരിയാൻ ഫ്രൂട്ട് പിന്നെ നമ്മളെ ഹോട്ടലിൽ ലിഫ്റ്റിൻ്റെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് നോ സ്മോക്കിംഗ് നോ ദുരിയാൻ. അത് രണ്ടുമാണ് അവിടെ പാടില്ലാത്തത്, ബാക്കിയെല്ലാം അലൗഡാണ്. അപ്പോൾ ഇത് കഴിക്കണോ എന്നുള്ള സംശയത്തില്ലേ വാങ്ങിച്ചാൽ ഇത് കഴിക്കുമോ എന്നുള്ളത്. കാണുമ്പോൾ നമ്മളെ നാട്ടിലെ ചക്കൻ്റെ സെയിം ചക്ക എങ്ങനെയാണോ അതുപോലെ ഇരിക്കുന്നുണ്ട്. അത് പിന്നെ കട്ട് ചെയ്തിട്ട് വെച്ചതാണ് ഇത്. എല്ലാ സൈസും ഉണ്ട്. പിന്നെ മീഡിയം സൈസ്, സ്മോൾ സൈസ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സൈസിനനുസരിച്ചിട്ട് അവർ വെയിറ്റ് നോക്കി എന്നിട്ട് ആണ് പിന്നെ ഇതിൻ്റെ പ്രൈസ് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്മോൾ സൈസ് മതി, നമ്മൾ കഴിക്കോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. സ്മോൾ സൈസ് മതി, വേണമെങ്കിൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി വാങ്ങിക്കാമെന്നുള്ളതിൽ. അപ്പോൾ 150 ബാത്താണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് എന്നെ എല്ലാവരും കഴിച്ച് തീർന്നിട്ടില്ല. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഉള്ളിയും ചക്കയും കൂടി അരച്ചിട്ടുള്ളൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. ഉള്ളി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത്ര വലിയ കുഴപ്പമുണ്ടാവില്ല. എന്നാലും നമുക്കൊരിക്കലും ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. തീർച്ചയായും വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.